ചാർലിയുടെ ആ വന്യമായ പ്രണയത്തിന് മുൻപിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ചാർലി പതുക്കെ അവളുടെ ചുണ്ടുകളിൽ നിന്നും അടർന്നു മാറി. അവൾ കിതച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവൾ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവന്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. ചാർലി വിചാരിച്ചതുപോലെ അവളുടെ പിണക്കം മാറിയിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ കടുത്ത സങ്കടം വല്ലാതെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കൈകൊണ്ട് തന്റെ ചുണ്ടുകൾ സ്വയം ഒന്ന് തുടച്ചു. ആണോ ഇച്ചായന്റെ പ്രണയം? അവളുടെ ആ ചോദ്യത്തിന് മുൻപിൽ അവൻ പകച്ചുപോയി. ഷിതു, അവൻ എന്തോ പറയാനായി തുടങ്ങിയതും അവൾ അതിന് സമ്മതിച്ചില്ല. എനിക്കൊന്നും കേൾക്കണ്ട ഇച്ചായ, അവൾ അവനെ നോക്കി പറഞ്ഞതിന് ശേഷം ബാത്റൂമിലേക്ക് കയറി. അവൻ കൈകൊണ്ട് ഭിത്തിയിൽ സ്വയം ഇടിച്ചു. സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് അവളെ കൂടുതൽ വേദനിപ്പിച്ചു എന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അവൻ തലയ്ക്ക് കൈവച്ച് കട്ടിലിൻ്റെ അരികിലേക്കിരുന്നു. വേണ്ടായിരുന്നു എന്ന് അവന് തോന്നി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷീതു കരച്ചിലൊക്കെ അടക്കി മുഖം കഴുകി പുറത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ചുവന്നിട്ടുണ്ടായിരുന്നു. ചാർലി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ പിടി വീണത്. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റേ ആവൂ അല്ലേ? അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവന്റെ ശബ്ദത്തിലെ ആ വേദന ഷീതുവിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ തറച്ചു. അവൾ പതുക്കെ അവനെ നോക്കി. ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടെങ്കിലും അവൻ അനുഭവിക്കുന്ന വിഷമം അതൊന്നും അവൾക്ക് തള്ളിക്കളയാനാവില്ല. ഇച്ചായ, അവൾ പതുക്കെ വിളിച്ചു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇച്ചായനോട് വെറുപ്പൊന്നുമില്ല. പക്ഷേ എന്നിൽ നിന്നും ഒരു വലിയ സത്യം ഇച്ചായൻ മറച്ചു വെച്ചു. അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും തൻ്റെ കൈ വലിച്ചെടുക്കാതെ മറുകൈ അവൻ്റെ തലയ്ക്ക് മുകളിൽ വെച്ചു. എനിക്ക് സമയം വേണം ഇച്ചായ, എല്ലാത്തിനും ഒരു സമയം വേണം. ഞാൻ ഇച്ചായനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, പക്ഷെ എല്ലാം മറക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ കയ്യിൽ നിന്നും പിടുത്തം വിട്ട് പതുക്കെ താഴേക്ക് നടന്നു. ചാർലി അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവളുടെ വാക്കുകളിൽ അവനിൽ വലിയൊരു മാറ്റം വരുത്തിയിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. താഴെ അടുക്കളയിൽ മമ്മിയും പപ്പയും സംസാരിക്കുന്നത് കേൾക്കാം. ഷീതു അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ചാർലി തിരികെ കട്ടിലേക്ക് ചെന്നിരുന്നു. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അതെന്താണെന്ന് മാത്രം അവന് വ്യക്തത ഉണ്ടായിരുന്നില്ല. താഴെ ചെന്നതും പപ്പ അവളെ നോക്കി ചിരിച്ചു. അവൾ തിരികെയും. അത് കണ്ടതും താൻ തൻ്റെ മകന് പറഞ്ഞുകൊടുത്ത ഐഡിയ ഏറ്റിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവൾ അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, നീ കോളേജിൽ പോകുന്നില്ലേ? ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ലീവാണല്ലോ. ഒരുപാട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കാണില്ലേ? മമ്മി അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു. 5-6 ദിവസം ലീവായിട്ടുണ്ട് മമ്മി. പിന്നെ ഓൾറെഡി കോളേജിൽ ലീവായിരുന്നു, സീനിയേഴ്സിന് എക്സാം ആയതുകൊണ്ട്. അത് പറഞ്ഞപ്പോഴാ സോണിക്ക് എക്സാം തുടങ്ങിക്കാണും. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവളോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഷീതു എന്തോ ആലോചിച്ചതുപോലെ അവരോട് പറഞ്ഞു. അപ്പം മോക്കിനി എന്ന് മുതലാണ് ക്ലാസ് തുടങ്ങുന്നേ? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. അടുത്ത ആഴ്ച മുതൽ എന്തായാലും കോളേജിൽ പോയി തുടങ്ങണം മമ്മി. ഞാൻ സോണി ഒന്ന് വിളിക്കട്ടെ. അങ്കിൾ അവിടെ ഉള്ളതുകൊണ്ട് മമ്മിയോടും അധികം സംസാരിക്കാറില്ല ഞാൻ. രണ്ടുപേരും അങ്കിൾ കാണാതെ എന്നെ വിളിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്കിൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മമ്മി അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഓഫീസിലേക്ക് പോലും പോകുന്നില്ല. ആൾക്കെന്തോ ഡിപ്രഷനാണെന്നാണ് പറഞ്ഞത്. അവൾ എന്തോ ആലോചിച്ചതുപോലെ ചാർലിയുടെ മമ്മിയോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറയണം മോളെ. ലാസ്റ്റ് റിൻസിയുടെ കാര്യം അറിയാലോ. അവരെന്തോ ആലോചിച്ചതുപോലെ അവളോട് പറഞ്ഞതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. പറഞ്ഞാൽ കേൾക്കില്ലെന്നാ പറയുന്നത്. സോണി ഒരുപാട് നിർബന്ധിച്ചു ഹോസ്പിറ്റലിൽ പോകാന്ന്, പക്ഷെ അങ്കിള് ചെല്ലാൻ കൂട്ടാക്കുന്നില്ല. അവൾ അങ്കിളിനെ എതിർത്ത് സംസാരിച്ചതാ ഏറ്റവും കൂടുതൽ പുള്ളിയെ വേദനിപ്പിച്ചത്. അതിൻ്റെ ഒപ്പം ഞാനാണ് അമ്മയുടെ മോളെന്നും കൂടി അറിഞ്ഞപ്പോൾ അതൊന്നും അങ്കിളിന് താങ്ങാൻ പറ്റിയിട്ടില്ല. അവൾ പറയുന്നത് കേട്ട് അവർ തലയാട്ടി. ഷീതു താഴേക്ക് ഇറങ്ങി വന്നതും പാപ്പൻ്റെ ഐഡിയ വിജയിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ തൻ്റെ മകൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ചാർലി താടിക്ക് കൈ കൊടുത്ത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർലി, പപ്പ വിളിക്കുന്നത് കേട്ട് അവൻ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ ചാർലി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞു തന്ന ഐഡിയ വർക്കൗട്ട് ആയില്ലേ? ഷിതുവിൻ്റെ പിണക്കമൊക്കെ മാറിയില്ലേ? അയാൾ പ്രതീക്ഷയോട് ചോദിച്ചു. ചാർലിയുടെ കണ്ണുകളിൽ കുറ്റബോധവും നിരാശയുമായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. ഇല്ല പപ്പേ, പപ്പ പറഞ്ഞതുപോലെ എൻ്റെ പ്രണയം പ്രകടിപ്പിച്ച് അവളുടെ പിണക്കം മാറ്റാൻ നോക്കിയതാ ഞാൻ. പക്ഷേ അതവളെ കൂടുതൽ വേദനിപ്പിക്കുക ചെയ്തത്. ഇതാണോ എൻ്റെ പ്രണയം എന്നാ അവൾ എന്നോട് തിരികെ ചോദിച്ചത്. അവൻ നിരാശയോടെ അയാളോട് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? പെണ്ണുങ്ങളുടെ പിണക്കം മാറ്റാൻ ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ലല്ലോ. അയാൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. അതല്ല പപ്പേ, അവൾക്ക് എന്നോട് വെറുപ്പൊന്നുമില്ല. പക്ഷെ ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ച ആ വലിയ സത്യം അതവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എല്ലാത്തിനും അവൾക്ക് കുറച്ച് സമയം വേണമെന്നാ പറഞ്ഞത്. അവളെ നിർബന്ധിച്ച് അവളുടെ പിണക്കം മാറ്റാൻ നോക്കിയതാ ഞാൻ. അതെൻ്റെ തെറ്റാ, അവൻ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. സാരമില്ലടാ, അവൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം കൊടുക്ക്. അവൾ നിന്നെ മനസ്സിലാക്കും, പപ്പ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം താഴെ അടുക്കളയിൽ മമ്മിയോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഷീതു ഫോണും എടുത്ത് ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് വന്നിരുന്നു. അവൾ സോണിയുടെ നമ്പറിലേക്ക് വിളിച്ചു. 2-3 ബെല്ലിന് ശേഷം സോണി ഫോൺ എടുത്തു.
ഹലോ ചേച്ചി, ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവായിരുന്നു. ഞാൻ നിന്നെ കുറേ പ്രാവശ്യം ഓർത്തതായിരുന്നു വിളിക്കാൻ, പക്ഷെ പിന്നെയും ചില കാര്യങ്ങൾ വന്നത് തടസ്സപ്പെട്ടു. മാത്രമല്ല, വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആകെ ഒരു ശ്വാസം മുട്ടലാ. എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥ. അവൾ വിഷമത്തോടെ ഷീതുവിനോട് പറഞ്ഞു. അതൊന്നും സാരമില്ല മോളെ, മമ്മി വിളിക്കുമ്പോൾ എല്ലാം പറയാറുണ്ട്. അങ്കിളിന്റെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട്? ഓഫീസിലൊന്നും പോകുന്നില്ലെന്ന് മമ്മി പറഞ്ഞല്ലോ. ഷീതു ആശങ്കയോട് ചോദിച്ചു. പപ്പ ഇപ്പോഴും റൂമിൽ തന്നെയാ ഷീതു, ആരോടും സംസാരിക്കുന്നില്ല, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. നീ മമ്മിയുടെ മകളാണെന്ന് അറിഞ്ഞത് മുതൽ പപ്പ പൂർണ്ണമായും തകർന്നു പോയി. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു ഡോക്ടറെ കാണിക്കാൻ, പക്ഷേ ഒട്ടും സമ്മതിക്കുന്നില്ല. അവൾ വിഷമത്തോടെ ഷീതുവിനോട് തിരികെ മറുപടി പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാകും. ഞാൻ അങ്കിളിനെ കണ്ട് സംസാരിക്കണോ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഏയ് അതൊന്നും വേണ്ട ഷീതു, ഇപ്പം വേണ്ട, നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുന്നു. അവളും തിരികെ പറഞ്ഞു. ശരി ചേച്ചി, കോളേജ് എത്തി, ഞാൻ എക്സാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം. കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? അവൾ മറുപടി പറഞ്ഞതും ഷീതു ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം ഷീതുവിന്റെ മനസ്സിൽ പലവിധ ചിന്തകൾ കാട് കയറുകയായിരുന്നു. ചാർലി തന്നിൽ നിന്നും സത്യങ്ങൾ ഒളിപ്പിച്ചു വന്ന പരിഭവം അവൾക്കുണ്ടെങ്കിലും അവന്റെ നിരാശയോടുള്ള ആ മുഖം അവളിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്ര നേരമായിട്ട് അവൻ താഴേക്ക് ഇറങ്ങി വരാത്തതും അവളെ വിഷമപ്പെടുത്തി. സ്നേഹം കൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്, എന്നാൽ എല്ലാം കൂടി തനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവന്റെ പ്രണയം തനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവനോട് തിരികെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നതും. അവനോട് അങ്ങനെ പെരുമാറിയതിൽ അവൾക്ക് സ്വയം വിഷമം തോന്നിയിരുന്നു. ഷീതു പതുക്കെ എഴുന്നേറ്റ് വീണ്ടും മുകളിലെ മുറിയിലേക്ക് നടന്നു. റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ കണ്ടത് ചാർലി വിരലുകൾ കോർത്തു പിടിച്ച് കട്ടിലിന്റെ അരികിൽ തളർന്നിരിക്കുന്നതാണ്. പപ്പ അവിടെ നിന്നും പോയിരുന്നു. അവളുടെ കാൽ പെരുമാറ്റം കേട്ട് ചാർലി പെട്ടെന്ന് തലയുയർത്തി നോക്കി. അവന്റെ കണ്ണുകളിലെ ആ ദയനീയത ഷീതുവിന്റെ ഉള്ളിലെ ദേഷ്യം പൂർണ്ണമായി മലിയിച്ചു കളഞ്ഞു. അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. ചാർലി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. ഇച്ചായ, ഷീതു ശാന്തമായി വിളിച്ചു. അവൻ വല്ലാത്ത ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഇച്ചായനോട് ദേഷ്യമൊന്നുമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചപ്പോൾ ഉണ്ടായ ആ ഷോക്കിൽ നിന്നൊന്ന് മാറി വരാൻ എനിക്ക് കുറച്ച് സമയം വേണം, അത്രമാത്രം. അത് മാത്രമേ ഞാൻ ഇച്ചായനോട് ചോദിക്കുന്നുള്ളൂ. അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി മോളെ, ഐ ആം സോറി. നിനക്ക് എന്നോടുള്ള പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എനിക്ക് നിന്റെ പിണക്കം എങ്ങനെ മാറ്റാമെന്ന് അറിയില്ലടി. എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. നീ നീ എന്നോട് ക്ഷമിക്ക്. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ദയനീയമായി അവളോട് പറഞ്ഞു. നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷേ അത് നിന്നെ കൂടുതൽ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്നെ വിട്ടുപോയില്ലല്ലോ. എനിക്ക് അത് മതി, അത് മതി എനിക്ക്. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതുവരെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം, ആ ഒരു പരിഭവം, അതൊക്കെ പതിയെ മാറി തുടങ്ങുകയായിരുന്നു. വൈകിട്ട് ആദം തൻ്റെ റൂമിൽ ബെഡിൽ ചാരിക്കിടന്ന് ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. അപ്പോഴാണ് കയ്യിലൊരു ട്രേയുമായി മിസ്ബ അവിടേക്ക് വന്നത്. ട്രേയിൽ സിറിഞ്ചും മരുന്നും കണ്ടതും ആദത്തിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. അവൻ ഫോൺ മാറ്റിവെച്ച് ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. വീണ്ടും ഇഞ്ചക്ഷൻ ആണോ സിസ്റ്റർ? രാവിലെ എടുത്തതിൻ്റെ വേദന ഇതുവരെ മാറിയില്ല, എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കുക. അവൻ അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. മിസ്ബ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ട്രേ ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടെ തന്നെ കിടക്കാനാണോ പ്ലാൻ? വീട്ടിലേക്കൊന്നും പോവണ്ടേ? പെട്ടെന്ന് ഭേദമായാലല്ലേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേദനിപ്പിക്കാതെ ഞാൻ പതിയെ എടുത്തോളാം. അവളും തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു. രാവിലെ ഞാൻ കളിയാക്കിയതിനായിരിക്കും എന്നെ കുത്തി വേദനിപ്പിച്ചത്. അവൻ തിരികെ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുവോ? അത് കേട്ടതും അവൾക്ക് വിഷമമായി. ഞാനൊരു തമാശ പറഞ്ഞതാ. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് അവൻ തിരികെ പറഞ്ഞു. അല്ല, മമ്മി എവിടെ? അവൾ സംശയത്തോടെ ചോദിച്ചു. രാത്രിയിലേക്കുള്ള ഫുഡ് വാങ്ങാൻ പോയേക്കുവാ. അവനൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി. സിബ്ലിങ്സ് ആരുമില്ലേ? അവൾ ചോദിക്കുന്നത് കേട്ട് അവൻ സംശയത്തോടെ തിരികെ നോക്കി. അല്ല, നിങ്ങളെ രണ്ടുപേരെ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. എല്ലാ കാര്യത്തിനും മമ്മിയല്ലേ ഓടി നടക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ, മറ്റാരും ഇല്ലേ എന്ന്. അവൻ നോക്കുന്നത് കണ്ട് അവൾ മറുപടി പറഞ്ഞു. ഏയ് ഇല്ല, ഞാൻ ഒറ്റ മകനാ. അവൻ അവൾക്ക് മറുപടി കൊടുത്തു. ഇഞ്ചക്ഷൻ എടുക്കട്ടെ? അവൾ അവനെ നോക്കി ചോദിച്ചു. അവൻ മനസ്സില്ലാ മനസ്സോടെ കൈ അവൾക്ക് നേരെ നീട്ടിക്കൊടുത്തു. മിസ്ബ സിറിഞ്ചിലേക്ക് മരുന്നെടുത്തു. സ്പിരിറ്റ് മുക്കിയ പഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പതുക്കെ തടവി. ആ നേരിയ തണുപ്പിൽ അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. അവളുടെ മുഖത്തെ ആ ഗൗരവവും എന്നാൽ തന്നോടുള്ള ആ കരുതലും ആദം വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സൂചിമുന പതുക്കെ മാംസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദം അറിയാതെ അവളുടെ മറുകൈയിൽ മുറുക്കെ പിടിച്ചു. ആ, അവൻ്റെ വായിൽ നിന്നും ഒരു നേരിയ ശബ്ദം പുറത്തേക്ക് വന്നു. കഴിഞ്ഞു, ദേ ഇത്രേ ഉള്ളൂ. മിസ്ബ പെട്ടെന്ന് സൂചി പുറത്തെടുത്ത് അവിടെ പഞ്ഞുകൊണ്ട് അമർത്തിപ്പിടിച്ചു. അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു നേരം അവൾ ആ കയ്യിൽ തന്നെ അമർത്തിപ്പിടിച്ചു നിന്നു. ഇഞ്ചക്ഷൻ ഇത്രയും പേടിയായിരുന്നോ? അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കുന്നത് പോലെ ചോദിച്ചു. എന്തായാലും പാറ്റയെ പേടിയുടെ അത്രേ ഇല്ല.
തിരികെ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് മമ്മി ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മോള് വന്നായിരുന്നോ? അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഞാൻ മമ്മിയെ തിരക്കിയിരുന്നു, ഫുഡ് വാങ്ങാൻ പോയെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിൽ നിന്നാണോ ഫുഡ് വാങ്ങുന്നത്? അവൾ സംശയത്തോടെ അവരെ നോക്കി. ആണ് മോളെ, എനിക്കാണെങ്കിൽ ക്യാൻറ്റീനിലെ ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല, പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിക്കുന്നതാ. അവർ വിഷമത്തോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഒരു കാര്യം ചെയ്, ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു ഹോട്ടലുണ്ട്, അത്യാവശ്യം നല്ല ആഹാരം അവിടെ കിട്ടുന്നത്, ക്യാൻറ്റീനിലെ പോലൊന്നും അല്ല. നാളെ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചു നോക്ക്. അവൾ അവരെ നോക്കി പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ ആദം? അവർ സംശയത്തോടെ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ അവിടുന്ന് വാങ്ങിച്ചാൽ മതി മമ്മി. അവനും തിരികെ മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, 1-2 പേഷ്യൻസിൻ്റെ റൂമിൽ കൂടി പോകാനുണ്ട്, എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. ആദത്തെ ഒന്നും കൂടി നോക്കിയതിന് ശേഷം മിസ്ബ അവിടെ നിന്നും ഇറങ്ങി. നല്ലൊരു കൊച്ച, വെറും നിഷ്കളങ്കിയാ. തൻ്റെ മമ്മി പറയുന്നത് കേട്ട് ആദം ഒന്നും മൂളിയതല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല. എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് കോളേജിൽ നിന്നും ഇറങ്ങിയതാണ് സോണി. അപ്പോഴാണ് പരിചയമുള്ള ഒരു കാർ അവളുടെ കോളേജിൻ്റെ മുൻപിൽ കിടക്കുന്നതായിട്ട് അവൾ കണ്ടത്. ഈ കാർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവൾ സംശയത്തോടെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയതിനു ശേഷം സ്വയം പറഞ്ഞു. പിന്നെ ആക്റ്റീവ സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം അവൾ കടയിൽ നിന്നും പേനയും മറ്റും വാങ്ങാനായിട്ട് കയറിപ്പോയി. അതൊക്കെ വാങ്ങിയതിനു ശേഷം അവൾ അവിടെ നിന്നും ഇറങ്ങിയതും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് സോണി പകച്ചുപോയി. മെൽവിൻ, അവളുടെ ചുണ്ടുകൾ സ്വയം മന്ത്രിച്ചു. എന്താ പെണ്ണെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? എന്നെ ഇവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? അവൻ ചോദിക്കുന്നത് കേട്ടിട്ടും അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് അവനെ കണ്ടപ്പോഴുള്ള ഞെട്ടൽ അവളിൽ നിന്നും വിട്ടുമാറുന്നേയില്ലായിരുന്നു. സോണി, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. പെട്ടെന്ന് ഞെട്ടി വീണ്ടും അവനെ നോക്കി. എന്താ ഇവിടെ? അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് കൊള്ളാം, എൻ്റെ പെണ്ണിൻ്റെ നാട്ടിലേക്ക് വരുന്ന എന്തിനാ? എൻ്റെ പെണ്ണിനെ കാണാൻ തന്നെ. നീ നല്ല ആളാ. ഞാനെൻ്റെ നമ്പർ വരെ തന്നിട്ടല്ലേ അന്ന് നിന്നെ അവിടുന്ന് വിട്ടത്. എന്നിട്ട് ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് അയക്കുമോ, എന്നെ ഒന്ന് വിളിക്കുമോ, എന്തേലും ചെയ്തോ? എന്താ, എന്നെ ഇഷ്ടാകഞ്ഞതുകൊണ്ടാണോ? അവൻ ചെറിയ നിരാശയോടെ അവളെ നോക്കി ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നും അല്ല, എനിക്കതിനുള്ള സമയമൊന്നും കിട്ടിയില്ല, എക്സാമൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അതിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി ശ്രമിച്ചു. നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കും എൻ്റെ നെഞ്ചിൽ കയറി കൂടിയോളല്ലേ നീ. അതുകൊണ്ടാണ് നിന്നെ തിരക്കി നിൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ വന്നത്. പിന്നെ ചാർലിയും ഇവിടെ ആയതുകൊണ്ട് ആർക്കും ഡൗട്ടൊന്നും തോന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അല്ല, ഞാനിവിടെയാ പഠിക്കുന്നതെന്ന് എങ്ങനെയാ അറിഞ്ഞത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരു പോലീസ് ഓഫീസറായ എനിക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് തിരികെ ചോദിച്ചതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ 2 ദിവസം ഇവിടെ കാണും, ചാർലിയുടെ വീട്ടിൽ. അവൻ വീണ്ടും അവളോട് പറഞ്ഞു. ചാർലി ചാനോട് പറഞ്ഞിരുന്നോ വരുന്ന കാര്യം? അവൾ സംശയത്തോട് ചോദിച്ചു. ഷീത് വിളിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി വേണം അവനെ വിളിച്ച് പറയാൻ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി നൽകി. എനിക്കാണെങ്കിൽ അവൻ്റെ വീടൊന്നും അറിയില്ല. അറിയായിരുന്നെങ്കിൽ അവനെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, നേരെ ചെന്നൊരു സർപ്രൈസ് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ അവനെ വിളിച്ചാലല്ലേ എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. മെൽവിൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്കാ ചേച്ചിയെ കാണാൻ വേണ്ടി ഇന്ന് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ തിരികെ അവനും മറുപടി നൽകി. അതൊരു നല്ല കാര്യമാണല്ലോ. എങ്കിൽ പിന്നെ അവനെ വിളിക്കണ്ട, നമുക്ക് പോയൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ഞാൻ മുമ്പേ പോകാൻ എൻ്റെ പിറകെ വന്നാൽ മതി. അവൾ തിരികെ അവനോട് പറഞ്ഞു. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ, എനിക്ക് പിറകെ വരാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നേരിട്ട് മാരേജിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അതിന് മറുപടി തരേണ്ടത് നീയാ. എത്രയും പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കാം. അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കുന്ന പോലെ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പൊ കൂട്ടുകാരനെ കാണാനല്ലേ പോകുന്നത്. ഇതൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ. അവളും ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞതും അവനൊരു ചിരിയോടെ തലയാട്ടി. പോകാം, അവൾ പറഞ്ഞതും അവൻ വീണ്ടും ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം ചെന്ന് അവൻ്റെ കാർ എടുത്തു. അവൾ ആക്റ്റീവ്. അവൾ മുൻപേ പോയതും അവൻ പുറകെയും ചെന്നു.